കള്ളസാക്ഷ്യം പറയരുത്. ഏവർക്കും നമസ്കാരം. നമുക്കറിയാം, 10 കൽപ്പനകളിൽ മോശയാൽ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ 10 കൽപ്പനകളിൽ ഒരു കാലത്ത് എല്ലാ ക്രിസ്ത്യാനികളും കാണാപ്പാഠം പഠിക്കാനായി നിർബന്ധിതമായിരുന്ന ഈ 10 കൽപ്പനയിൽ, എന്നാൽ ഇപ്പോൾ 10 കൽപ്പനകളിൽ എത്ര കൽപ്പനകളുണ്ട് എന്ന് ചോദിച്ചാൽ പലരും തത്തി കുഴയുന്ന ഒരു കാലഘട്ടത്തിൽ അതിലെ ഒരു കൽപ്പനയായ കള്ളസാക്ഷ്യം വഹിക്കരുത്, ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് എന്ന ആ കൽപ്പനയെ കേന്ദ്രീകരിച്ച് ചില സമകാലീന യാഥാർത്ഥ്യങ്ങൾ എവിടെയും ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ലക്ഷ്യം. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് പൊടുന്നനെ പ്രവേശിക്കാം. ആധുനിക കാലത്തെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ പ്രത്യേകം ആകർഷിക്കേണ്ട ഒരു പ്രവണത മറ്റുള്ള മതങ്ങളെ പറ്റി ഏറ്റവും മോശമായ കാര്യങ്ങൾ ഉള്ളതുമില്ലാത്തതും വിളിച്ചു പറയുന്നതിൽ പ്രത്യേകമായ ഒരു സന്തോഷം, ഒരു മതപരമായ നിർവൃതി മനുഷ്യൻ എന്തുകൊണ്ടോ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മത സമൂഹത്തിൻ്റെ ഉള്ളിൽ നോക്കിയാലും അതിനകത്തും ആളുകൾ പരസ്പര സ്പർദ്ധ കൊണ്ട് ഒരുത്തൻ മറ്റൊരുത്തൻ്റെ നന്മ കാണുവാൻ കഴിയാത്ത വിധത്തിൽ അകൽച്ചയുടെ ദുരാത്മാവ് ബാധിച്ചവരായി കഴിയുന്ന വളരെ ദുഃഖകരമായ, അനാരോഗ്യപരമായ ഒരവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആത്മീയത വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാടിനെയോ അല്ലെങ്കിൽ സ്വഭാവ ഗുണത്തെയോ ആത്മീയമായ ദർശനത്തെയോ സൂചിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് അതിന് ഘടകവിരുദ്ധമാണ്. ഇപ്രകാരമുള്ള ഒരു ആത്മാവ് നാം യേശുക്രിസ്തുവിൽ കാണുന്നില്ല. എല്ലാവരിലും നന്മ കാണുവാനും എന്ന് മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന നല്ല സാധ്യതകൾ കണ്ട് അവയെ ഉണർത്തി ആ വ്യക്തികൾക്കും അവരിൽ കൂടെ അനേകർക്കും ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു കാഴ്ചപ്പാടും സമീപനവും ശുശ്രൂഷയുമാണ് യേശു നിർവഹിച്ചത്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നു, യേശുവിൽ വസിക്കുന്നു, യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നിത്യതയുടെ രാജാവെന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനിക്ക് ഈ ഒരു സാധ്യത തികച്ചും അസ്വീകാര്യമാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കുക. ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി പ്രാപിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ ആയുധമെടുത്ത് നിൽക്കാൻ ആർക്കാണ് മനസ്സ്, അവർക്കാണ് ധൈര്യമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ, ചരിത്ര സത്യം പറഞ്ഞാൽ, ഭീരുക്കളാണ് വാളെടുക്കുന്നത്. വാള് കയ്യിലില്ലാതെ മനഃപൂർവ്വം വാളിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവനെന്നാണ് യേശു ഗത്സമനത്തോട്ടത്തിൽ തെളിയിച്ചത്. പ്രതികൂല സാഹചര്യം വന്നപ്പോൾ, അപകടത്തിലായപ്പോൾ, അനീതിക്ക് താൻ ഇരയാകാൻ പോകുന്നു, അക്രമികൾ തന്നെ കീഴടക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, ആ സാഹചര്യത്തിലാണ് യേശു പറയുന്നത് വാള് താഴെയിടുക. അക്രമം ഒരു കാലത്തും നമുക്ക് നന്മ ചെയ്യുന്നതല്ല, അത് നമ്മുടെ ഒരു സാധ്യതയല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ എ ക്രിസ്ത്യൻ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മറ്റുള്ളവർക്കെതിരെ ആയുധമെടുത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ബാക്കിയുള്ള ക്രിസ്ത്യാനി നട്ടലില്ലാത്ത ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് കാസ പോലെയുള്ള മറ്റുള്ളവർക്കെതിരെ തീതുപ്പുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന, മറ്റുള്ളവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയൊക്കെ നിലയ്ക്ക് നിർത്താമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികളുടെ അഭയം. അവരാണ് നമ്മുടെ ഭാവി, നമ്മുടെ സംരക്ഷകർ, നമ്മുടെ വിശ്വാസം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന ഒരു വലിയ മൗഢ്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഇത് വ്യാപകമായ ഒരു ആത്മീയ ദുരവസ്ഥയുടെ അല്ലെങ്കിൽ ഈ യുഗത്തിൻ്റെ വിഷലിപ്തമായ ആത്മാവിൻ്റെ ഒരു പ്രതികരണമാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, ഇത് വ്യാപകമായ സ്ഥിതി എന്നൊരു രോഗമാണ്, ആത്മീയമായ അല്ലെങ്കിൽ വർഗീയമായ രോഗമാണ് എന്നത് നാം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കും.
അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നാം മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോൾ, എന്നെപ്പറ്റിയുള്ളൊരു വിവാദം ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ സത്യം വിളിച്ചു പറയുന്നു. അതൊരിക്കലും പാടില്ല. ആരാണ് ക്രിസ്ത്യാനി? സത്യക്രിസ്ത്യാനി ആരാണ്? ക്രിസ്ത്യൻ സമൂഹത്തിന് നന്മ വരത്തക്കവണ്ണം കള്ളം പറയാൻ കൂടെ മനസ്സുള്ളവനാണ്. എൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കാലം ചെയ്ത ബാവ തിരുമേനി, ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായ ബാവ തിരുമേനി. അദ്ദേഹം പരിമല നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ സഭയ്ക്ക് ലാഭം വരുന്നതിന് വേണ്ടി കള്ളം പറയാൻ എപ്പോഴും സന്നദ്ധരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു അഭിമാനമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രമാത്രം സാഹചര്യങ്ങൾ വഷളായിരിക്കുന്നു എന്നത് നാം തിരിച്ചറിയുക. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു നന്മയുമില്ല. ഉള്ളത് തിന്മ മാത്രമാണ്. അവർ ലവ് ജിഹാദികളാണ്, അവർ നാർക്കോട്ടിക് ജിഹാദികളാണ്, അവർ ക്രിസ്ത്യാനികളെ വിഴുങ്ങാനായി നടക്കുന്നവരാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ ബഹുഭാര്യത്വം എന്ന് പറയുന്ന അസൂയാവഹമായ ഒരു ആനുകൂല്യം ആസ്വദിക്കുന്നവരാണ്. അവരെ അങ്ങനെ വിട്ടുകൂടാ. അതുപോലെ അവർ വിദേശികളാണ്, രാജ്യത്തോട് കൂറ് പാലിക്കാത്തവരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തു പറയാറുള്ളൂ. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമുദായം പങ്കെടുത്തിട്ടുണ്ടോ? അവർ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ആരും പരാമർശിച്ച് നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ല. മുസ്ലിങ്ങൾ ആരാണ്? അവർ അക്രമികളാണ്, അവർ ടെററിസ്റ്റാണ്, അവർ ഉഗ്രവാദികളാണ്, അവർ എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ശത്രുക്കളായിരിക്കും, അവരിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിച്ചുകൂടാ എന്ന ഒരു ധാരണയാണ്. ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി ചോദിച്ചാൽ, അവൻ ക്രിസ്തു മതത്തിൻ്റെ ശത്രുവാണ് എന്ന ഒരു നിഗമനത്തിൽ പെട്ടെന്ന് ആളുകൾ എത്തിച്ചേരും. ഉദാഹരണമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ എൻ്റെ അറിവിൽ പോകുന്നിടത്തോളം പറഞ്ഞാൽ മദ്യ ആസ്വാദ്യത, കൺസംഷൻ ഓഫ് ലിക്കർ വളരെ കുറവാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ആത്മഹത്യയും കുറവാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിക്ഷക്കാർ കുറവാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ നിരാലംബരായ ആളുകൾ കുറവാണ്. ഇത് മാത്രമല്ല, ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളോട് പറയട്ടെ, ഞാൻ ഏകദേശം അരനൂറ്റാണ്ട് ഈ മുസ്ലിം സമുദായത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വളരെ പിന്നോക്കമായിരുന്ന ഒരു സമൂഹം ഇപ്പോഴിതാ ഒരുപക്ഷെ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതുകൊണ്ടാകാം, അവർ വളരെ വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വല്ലവിധേനയും ബഹുമുഖമായ പുരോഗതി പ്രാപിക്കുന്നത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിദ്യാഭ്യാസം തൊട്ട് വ്യവസായം വരെ ഈ മേഖലകളിൽ അവർ വളരെ കാര്യക്ഷമമായി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ലക്ഷ്യബോധത്തോടുകൂടി അച്ചടക്കത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ആഹ്ലാദം നൽകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ 1973 അധ്യാപകനായി സെൻറ്റ് സ്റ്റീഫൻസിൽ ജോലി ചെയ്യുന്നത്. ആദ്യത്തെ 10 ദശകം നോക്കിയാൽ ഒരു മുസ്ലിം സ്റ്റുഡൻറ്റ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത് വളരെ വളരെ അപൂർവമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യവും മറ്റ് വിഷയങ്ങളും പഠിക്കാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ വളരെ വളരെ കഴിവുള്ളവരാണ്. നിങ്ങൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ആ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൽ അസൂയപ്പെട്ടിട്ട് മുസ്ലിങ്ങളുടെ പുരോഗതി ഞങ്ങൾക്കെതിരെ കാണിക്കുന്ന ശത്രുത്വമാണ് എന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ ധരിപ്പിക്കുകയും അനേകം ആളുകൾ വിശ്വസിക്കുകയും ചെയ്താൽ
അതിനേക്കാൾ വലിയ ഒരു എന്താണ് പറയുന്നത്, അപമാനം. നാം നമ്മെ തന്നെ അപമാനിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ വിശ്വസിച്ച്. അപ്പോൾ അവരെ പിറകോട്ട് തള്ളിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കത്തക്കവണ്ണം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തിട്ടൂരം അല്ലെങ്കിൽ അതിൻ്റെ ചുമതല, അതിൻ്റെ ഭാവിയുടെ ചുക്കാൻ പിടിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ അവരുടെ കാഴ്ചപ്പാട് എത്രയോ ഹീനമാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മുസ്ലിം മതത്തിൻ്റെ വക്താവല്ല, ഞാൻ ഒരു മതത്തിൻ്റെയും വക്താവല്ല. പക്ഷേ ആരെയും മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കാണുമ്പോൾ അവരാരാണ്? അവർ കാഫിറുകളാണ്, അവർ ബിംബാരാധക്കാരാണ്, അവർ ഗോരക്ഷക്, പശുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് അക്രമവും ചെയ്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ അക്രമം ചെയ്യാനായി മാത്രം നിൽക്കുന്നവരാണ്. അവർ മതപരമായ അസഹിഷ്ണുതയുള്ളവരാണ്, മറ്റുള്ളവരെ അടിച്ച് താക്കാനായി താല്പര്യമുള്ളവരാണ്. വാസ്തവത്തിൽ മതപരമായ അസഹിഷ്ണുത ഹിന്ദുക്കൾ പഠിച്ചത് മുസ്ലിങ്ങളുടെ നിന്നും ഒരു പരിധിവരെ ക്രിസ്ത്യാനികളുടെ നിന്നാണ് എന്നാണ് എൻ്റെ സത്യം. പക്ഷെ അത് പാടെ മറന്നു കളഞ്ഞിട്ട് ആ ഹിന്ദുക്കൾ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്, ഞങ്ങളോട് എന്താണ് ഇത്ര വെറുപ്പ്, കോപം എന്നൊക്കെ ചിന്തിക്കുന്നു. നമ്മളും എന്താണ് അതുപോലെ തന്നെയാണ്. ബുദ്ധമതത്തെപ്പറ്റി ആരും വലിയ വെറുപ്പൊന്നും പറയാത്തതിൻ്റെ കാര്യം, അത് പണ്ടേ ഇവിടെ അടിച്ചമർത്തപ്പെട്ട, ഇവിടെ നിന്ന് ഉന്മൂലനാശം ചെയ്യപ്പെട്ട ഒരു മതമാണ്. ബുദ്ധ ഭഗവാനെ പറ്റി വളരെ വളരെ നിഷേധാത്മകമായി ചിന്തിക്കുവാൻ ഭാരതത്തിലെ ഹിന്ദു വരേണ്യ വർഗ ചിന്തകർ ഇടയായതിൻ്റെ ഒരു കാരണം അത് വളരെ ശ്രദ്ധേയമാണ്. ശ്രീബുദ്ധൻ പ്രസംഗിച്ചത് കരുണയാണ്, കരുണ. വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്ന ആത്മീയമായ മൂല്യം ഇത്ര മഹനീയമായി, അവിസ്മരണീയമായി, സമാനതയില്ലാതെ പ്രതിപാദിച്ച മറ്റൊരു വ്യക്തിയില്ല. അതിനോടടുത്ത് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് എംബോഡിമെൻറ്റ് ഓഫ് കമ്പാഷൻ, ലോർഡ് ബുദ്ധ. അത് ഹിന്ദു മതത്തിൻ്റെ വീര്യം കെടുത്തിക്കളഞ്ഞു. ഇത് ഞാൻ പറയുന്നതല്ല, വീർ സവർക്കർ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ ഈ ഹിന്ദു എരിവുകാർ എന്നെ മടലെടുത്ത് അടിക്കാൻ വരും. അത് വീർ സവർക്കർ പറഞ്ഞതാണെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി നന്മ പറയുന്നത് ഒരു വലിയ പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ സാക്ഷ്യമായ എല്ലാവരോടും പറയാനുള്ളത്, മറ്റുള്ളവരിൽ എന്തെങ്കിലും നന്മ മറഞ്ഞിരിപ്പുണ്ടോ എന്നതുപോലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ അംഗീകരിച്ച് അതിനെ ജീവിപ്പിച്ച് വീര്യം നൽകി അത് സമൂഹത്തിൻ്റെയും ആ രാഷ്ട്രത്തിൻ്റെ ആകമാനമായ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി എത്ര കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താം എന്ന ഒരു കാഴ്ചപ്പാടും ദൗത്യബോധവുമാണ് ക്രിസ്തീയ സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിൻ്റെ ദൗത്യം എന്താണ്? മറഞ്ഞിരിക്കുന്ന രുചികൾ അനുഭവവേദ്യമാക്കി തീർക്കുക. അതാണ് ഉപ്പിൻ്റെ ദൗത്യം. അതേ ദൗത്യമാണ് നാം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നാം എത്രയോ അകലെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ പറ്റി ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക? മറ്റുള്ളവരെ പറ്റി കള്ളസാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്തീയ സഭാ നേതാക്കന്മാർ മുസ്ലിം വിഭാഗത്തെപ്പറ്റി, മതവിഭാഗത്തെപ്പറ്റി കള്ളസാക്ഷ്യം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഹിന്ദുത്വയുടെ കാതിൽ സംഗീതം പോലെ, മധുരമായ സംഗീതം പോലെ പതിക്കും എന്ന പ്രത്യാശയിലാണ്. പക്ഷേ
ഈ ഒരു പ്രത്യാശ വളരെ അസ്ഥാനത്താണ്. കാരണം എന്താണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം, ദയവായി ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത്, ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് നമുക്കറിയാം കുശുമ്പ് കുന്നായ്മയും അധ്യാപകരുടെ ഇടയിൽ വളരെ കൂടുതലാണ്. ഈ സമൂഹം പലപ്പോഴും ധരിച്ചിരിക്കുന്നത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. അയ്യോ, അങ്ങനെയല്ലേ അല്ല. ഇത്രമാത്രം സങ്കുചിതമായ മനസ്സുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ പോലും കാണുകയില്ല എന്നാണ് എൻ്റെ അനുഭവം. അവർ സാർമാരുടെ ഇടയിലും നല്ലവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ, പക്ഷേ പൊതുവായുള്ള സാഹചര്യം ഇതാണ്. അതിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ അനുദിനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യഥ, ഒരരിഷ്ടത എന്താണെന്നറിയാം. ആളുകൾ എന്നെ കാണാൻ വരും, അധ്യാപകർ കാണാൻ വരും. അവരിൽ ഒരാൾ പോലും കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെപ്പറ്റി ഒരു വാക്ക് നന്മ പറയുകയില്ല. പറയുന്നത് മുഴുവനും ആ വ്യക്തിയെപ്പറ്റിയുള്ള ഉള്ളതും ഇല്ലാത്തതുമായ അപഹാസ്യമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിഷേധാത്മകമായ കാര്യമാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിലോ സ്വഭാവത്തിലോ നന്മയുടെ ഒരു കിരണമുണ്ട് എന്ന് സമ്മതിക്കാൻ ആളുകൾക്ക് വളരെ വിഷമമാണ്. അല്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നവർ അവർ ഈ ലോകത്തിൽ വസിക്കാൻ പോലും യോഗ്യതയുള്ളവരല്ല, അവർ വെറും പൊട്ടന്മാരാണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ ആ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചാൽ, അന്ന് യഹൂദന്മാർ വെച്ച് പുലർത്തിയ ഇതേ രോഗം അന്നും കലശലായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, യഹൂദന്മാർ ആത്മീയ രോഗബാധിതരായ ഒരു അനാരോഗ്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സമൂഹമായിരുന്നു, മതസമൂഹമായിരുന്നു. അപ്പോൾ അവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാവരിലും അവരല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും നികൃഷ്ടരാണ്, ജെൻറ്റൈൽസാണ്. അവരുമായി ബന്ധം പോലും പാടില്ല. ഇപ്പം ശമര്യക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒരു കാലത്ത് യഹൂദന്മാരായിരുന്നു, പക്ഷേ അവിടെ ആചാരങ്ങളിൽ വ്യത്യാസം വന്നു. അത് രാഷ്ട്രീയമായ കാര്യങ്ങൾ കൊണ്ട് യഹൂദ നാട് വിദേശ ശക്തികൾ പിടിച്ചടക്കിയപ്പോൾ അവരുമായി ഒരു കൂട്ടം യഹൂദന്മാർ സമരസപ്പെട്ടു പോയി. അങ്ങനെ അവിടെ ഒറിജിനൽ ഫെയ്ത്തിൽ അവർ അല്പം മായം ചേർത്തു എന്ന മുഖ്യ ആരോപണമാണ് യഹൂദന്മാർ ശമര്യക്കാർക്കെതിരെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിച്ചു കുടിച്ചുകൂടാ എന്നതാണ് അവരുടെ ധാരണ. കാരണം അയിത്തമാണ്, ദൈവത്തിൻ്റെ പേരിൽ അയിത്തം പാലിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ. അത് മനസ്സിലാക്കിയ ശമര്യക്കാരി സ്ത്രീ യേശു മനഃപൂർവ്വം അവളോട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, വല്ലതും കുടിക്കാനുണ്ടോ? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദാഹം എന്താണ്? യേശുവിൻ്റെ ദാഹം വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല. യേശുവിൻ്റെ ദാഹം ഒരു ജനത മറ്റൊരു ജനതയ്ക്കെതിരെ വഹിക്കുന്ന കള്ളസാക്ഷ്യത്തെ ഇല്ലാതാക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിന് സത്യത്തെ സാക്ഷീകരിക്കാനും സത്യത്തെ സാധൂകരിക്കാനും ഒരു ചുമതലയുണ്ട്. മനുഷ്യ നിർമ്മിച്ചിട്ടുള്ള മതിലുകൾ 100ൽ 100ഉം അസത്യത്തിൻ്റെ മതിലുകളാണ്. മനഃപൂർവമായ തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടാക്കിയതും തെറ്റിദ്ധാരണകൾ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള മതിലുകൾ മാത്രമാണിവ. മതിലുകളെ ഇല്ലാതാക്കുക എന്നതാണ് ആത്മീയമായ ദൗത്യമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. യേശുവിൻ്റെ ദൗത്യം അതായിരുന്നു. ഹീ കെയിം ടു ഡിസ്മാൻറ്റിൽ ദ വാൾസ് ഓഫ് ഡിവിഷൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും വർഗീയമായ മതിൽ കെട്ടുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രഥമ കടമ എന്ന് വിശ്വസിക്കത്തക്കവണ്ണം നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. യേശു അങ്ങനെ ഒരയിത്തവും പാലിച്ചിരുന്നില്ല. വേശ്യമാരെ സ്വീകരിപ്പാനും പാപികളെന്ന് യഹൂദൻ മുദ്രകുത്തിയ ആളുകളെ സ്നേഹിപ്പാനും സമൂഹത്തിൻ്റെ കീഴാളന്മാരായ ആളുകളെ ആശ്ലേഷിപ്പാനും നിലവിലിരുന്ന എല്ലാ നിഷേധാത്മകമായ ധാരണകളെയും അതിജീവിച്ച് ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ പരിശുദ്ധിയിൽ സധൈര്യം ഒരാത്മീയമായ ദൗത്യം നിർവഹിപ്പാൻ കൂട്ടാക്കിയ ഒരു വ്യക്തിയാണ് നസ്രയനായ യേശു എന്ന് എന്തുകൊണ്ടോ സമ്മതിക്കാൻ ക്രിസ്ത്യാനി എന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഞാൻ പറയട്ടെ, അതുകൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ആരാണ് മതിലുകൾ സൃഷ്ടിക്കുന്നത്?
ആരാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അതുകൊണ്ട് ലാഭം കൊയ്യാമെന്ന് വിചാരിക്കുന്നത്? ആരാണ് മറ്റുള്ളവരിൽ നികൃഷ്ടമായത് മാത്രം കാണുന്നത്? അല്പത്തരത്തിൻ്റെ വ്യക്തികളാണ്, അല്പത്തരത്തിൻ്റെ വ്യക്തിത്വങ്ങളാണ്. അല്പം പോലും വളർച്ച പ്രാപിക്കാതെ എട്ടും പൊട്ടും വയ്യാത്ത ആളുകൾ, ലോക യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തലച്ചോറ് ഉപയോഗിക്കുന്നത് ദൈവത്തിനെതിരെ ചെയ്യുന്ന അപരാധമാണെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം മൗഢ്യത്തിൻ്റെ ചക്രവർത്തിമാരായി കഴിയുന്ന ഈ പരിശുദ്ധ പറയുന്നതിൽ ക്ഷമിക്കണം, ഈ പരിശുദ്ധ വിഡ്ഢികൾ, അവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായവരെല്ലാം ശത്രുക്കളാണ്. അവരെ ഉന്മൂലനാശം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിന് കഴിവില്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വലിയ വലിയ മതിലുകൾ കെട്ടണം. അങ്ങനെ ഈ അടുത്തിടെ പണിതൊരു വലിയ മതിലാണ് ഈ ലവ് ജിഹാദ്. അത് സമർത്ഥമായി നല്ല കൊത്തുപണി അറിയാവുന്ന, നല്ല മേസ്തിരിപ്പണി അറിയാവുന്ന ഒരു ബിഷപ്പ് നമുക്കുണ്ട് പാലായിൽ, കലറിങ്ങാട്ട് പിതാവ്. അല്ല, ഒന്നാം തരം കൊത്തുപണിക്കാരനാണ് അദ്ദേഹം. ഒറ്റ ദിവസം കൊണ്ടൊരു വലിയ മതിൽ തീർത്തു. എന്താണ്? ലവ് ജിഹാദ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ സമർത്ഥനാണല്ലോ, മതിലുണ്ടാക്കാൻ എന്നേക്കാൾ വിദഗ്ധൻ വേറെ ആരും ലോകത്തിലില്ല. വേറൊരു മതിലും കൂടെ അദ്ദേഹം പണിതു. അതാണ് നാർക്കോട്ടിക് ജിഹാദ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാതൃകയാൽ ഇൻസ്പിറേഷൻ പ്രാപിച്ച ഒരു പുരോഹിതൻ കുറവലങ്ങാട്ട് മഠത്തിൽ പോയി പ്രസംഗിച്ചപ്പോൾ, ദൈവവചനമാണ് പ്രസംഗിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഞായറാഴ്ചയാണിത് പറയുന്നത്. മുസ്ലിങ്ങളെ നിങ്ങൾ ഇക്കണോമിക് ബോയ്ക്കോട്ടിന് വിധേയരാക്കണം, അവരെ കൊണ്ട് ഒരു വിധത്തിലും സഹകരിച്ചുകൂടാ, അവരുടെ കടയിൽ നിന്ന് ഒരു നുള്ളി ഉപ്പ് പോലും നിങ്ങൾ വാങ്ങിക്കരുത്. ക്രിസ്ത്യാനിയുടെ ആത്മീയമായ അവബോധങ്ങളെ, ഓയ്യോ, മറ്റുള്ളവരിൽ എന്തെങ്കിലും നന്മ കണ്ടാൽ നീ ക്രിസ്ത്യാനിയല്ല. മറ്റുള്ളവരിൽ ഇല്ലാത്ത നന്മ കാണാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ഉടലോടെ സ്വർഗത്തിൽ പോകും. ഇങ്ങനെയുള്ള ഭ്രാന്ത് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യാനികളെ ഒന്ന് നോക്കണം. വെറും അട്ടപ്പുഴുക്കളെ പോലെ നിൽക്കുകയാണ്. തലയെടുപ്പുള്ളവൻ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വെളിച്ചം പകരാൻ കഴിവുള്ളവൻ, സമൂഹത്തിൽ 4 പേർ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയത് എങ്ങനെയാണ്? ഈ രോഗമാണ് നമ്മെ തളർത്തിക്കളഞ്ഞത്. മറ്റുള്ളവരിൽ കുറ്റവും അന്ധകാരവും അപകടവും മാത്രം കാണാൻ കണ്ണുള്ളവൻ അവൻ രോഗിയാണ്, കൊണ്ട് ചികിത്സിക്കണം. അതുകൊണ്ട് എനിക്ക് പ്രിയമുള്ളവരെ, എനിക്കറിയാം നിങ്ങളിൽ പലരും ഞാൻ എടുക്കുന്ന നിലപാടിനോട് അതിന് അമർഷം അനുഭവിക്കുന്നവരാണെന്ന്. പലതെന്ന് പറഞ്ഞാൽ അപൂർവം ചെയ്തത്, അധികമൊന്നുമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്യരെ പറ്റി, ആരും അന്യരല്ല, അതാണ് ഏറ്റവും വലിയ ആത്മീയ സത്യം. ഞാൻ നമ്മുടെ സാധാരണ ചിന്ത ആസ്പദമാക്കി പറയുകയാണ്. അന്യരെ പറ്റി മനഃപൂർവ്വം നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആത്മീയമായ ആരോഗ്യമുള്ള കാഴ്ചപ്പാടും വ്യക്തിത്വവും പ്രാപിപ്പാൻ, പ്രത്യേകിച്ച് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ നിരന്തരം ശ്രദ്ധാപൂർവം തുറന്ന മനസ്സോടെ പങ്കെടുക്കുന്ന ഏവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് രണ്ടാമതായി എല്ലാവരോടും പറയാനുള്ളത്, അത് ക്രിസ്ത്യാനിയോടാണെങ്കിലും ഹിന്ദുവിനോടാണെങ്കിലും മുസ്ലിമിനോടാണെങ്കിലും ആരോടാണെങ്കിലും, നമ്മൾ മതം എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം കേട്ടാൽ, നാം വിലമതിക്കുന്നുവെന്ന് നാം പറയുന്ന ഈ മതത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ ഭാഗങ്ങൾ മാത്രം എന്താണ് പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നത്? എല്ലാ മതങ്ങളുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ പൊതുവായി പ്രകടിപ്പിക്കുവാൻ ആരും ശ്രമിക്കുന്നില്ല. അതിൽ പരാജയപ്പെടുന്ന ആളുകൾ മറ്റുള്ള മതങ്ങളും മുഴുവനും അന്ധകാരമാണ് എന്ന് വിളിച്ച് പറഞ്ഞ് നടന്നുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ആർക്കെങ്കിലും അവൻ്റെയോ അവളുടെയോ മതത്തെപ്പറ്റി ബഹുമാനമോ അതിൻ്റെ മൂല്യത്തെപ്പറ്റി സന്തോഷമോ ഉണ്ടെങ്കിൽ, അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് ആകെപ്പാടെയുള്ളത് ഒരേ ഒരു മാർഗമാണ്. അത് യേശുവിൻ്റെ മാർഗമാണ്. എന്താണ്? ജീവിതത്തിൽ കൂടെ അതിൻ്റെ വെളിച്ചം വെളിപ്പെടുത്തി കൊടുക്കുക.
കൊടുക്കുക. അത് യേശു പറഞ്ഞതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താണ് എൻ്റെ അർത്ഥം? വെളിച്ചത്തിൻ്റെ സ്രോതസ് യേശുവാണ്. ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അതിൻ്റെ അകത്തുകയായ ഒരു പ്രതീകമായിട്ടാണ് വെളിച്ചം ഉപയോഗിക്കുന്നത്. ആ വലിയ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, നന്മ, ദൈവികമായ പ്രഭ ലോകത്തിന് മുഴുവനും ആക്കി തീർക്കത്തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ രൂപീകരിക്കുവീൻ. അതുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്, യഹൂദ മതത്തിൻ്റെ ഒരു നേതാവായിരുന്ന നിക്കോദീമോസിനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുക പോലുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ യേശുവിൽ നിന്ന് ധൈര്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ ബിഷപ്പന്മാരോടും പുരോഹിതന്മാരോടും പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുക പോലുമില്ല. എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങളിപ്പോൾ ഈ അധപ്പതിച്ച അവസ്ഥയിലാണ്. മതം പറഞ്ഞ് നടന്ന് നിങ്ങൾ വെറും സഖായിയേക്കാൾ കൃശഗാത്രരായി നേരെ ചൊവ്വേ എന്തെങ്കിലും ചിന്തിക്കുവാനോ സത്യം അറിയുവാനോ മറ്റുള്ളവരെന്തെങ്കിലും നന്മയുണ്ട് എന്ന് പറയുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്തവരായി, എവിടെ നോക്കിയാലും അന്ധകാരം മാത്രം കാണത്തക്കവണ്ണം ഉള്ളിൽ അന്ധകാരത്തിൻ്റെ വൻ കരകളെ സംഭരിച്ച് നടക്കുന്ന അയ്യോ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് മഹാകഷ്ടം. യേശുവിൽ അപ്രകാരമുള്ളൊരു രോഗം നാം കണ്ടിട്ടില്ല. നാം മറ്റുള്ളവരിൽ കുറ്റം മാത്രം കണ്ടു, അത് ഉള്ള കുറ്റമാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ മുസ്ലിംസ് മുഴുവനും ലവ് ജിഹാദികളാണ്. കേരളത്തിലുള്ള മുസ്ലിംസ് മുഴുവനും ഏതാണ്ട് 1 കോടിയിൽ പരം മുസ്ലിംസ്, അവരെല്ലാം ലവ് ജിഹാദികളാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് നമ്മുടെ സമൂഹം ഏതെങ്കിലും വിധത്തിൽ മെച്ചപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇക്കണോമിക് ബോയ്ക്കോട്ട് നടത്തിയാൽ മുസ്ലിം സമുദായം സാമ്പത്തികമായി തകർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർക്കതുകൊണ്ട് മെച്ചമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും സമൂഹത്തെ മനഃപൂർവ്വമായി മറ്റുള്ളവർ ഉപരോധിക്കുകയോ അവരെ വിമ്മിഷ്ടത്തിൽ, കഷ്ടത്തിൽ, പ്രയാസത്തിലാക്കുവാൻ തന്ത്രം പടയുന്നുവോ, അവരെല്ലാം ചരിത്രത്തിൽ വളർന്ന് വികസിച്ചിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് യഹൂദൻ ഇത്ര വലിയ കഴിവുകൾ പ്രാപിച്ചതെന്നറിയാമോ? 2000 വർഷം അവർക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമായതുകൊണ്ടായിരുന്നു. കഴിയുമെങ്കിൽ അവരെ ചരിത്രത്തിൽ ഇല്ലാതാക്കുവാനായി പ്രവർത്തിച്ച ആളുകളുടെ മധ്യത്തിൽ പീഡനം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചൊരു വർഗമായതുകൊണ്ടാണ് അവർ വികസിച്ചത്. ക്രിസ്ത്യാനി മനസ്സിലാക്കണം, നാം മറ്റുള്ള വാല് പിടിച്ച് നടന്നുകൊണ്ട് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് വിശ്വസിക്കത്തക്കവണ്ണം നമ്മുടെ തലച്ചോറ് ചാണകമായി പോയി ഇക്കാലത്ത്. അങ്ങനെ ആക്കി വെച്ചത് ചില വ്യക്തികളും അവരുടെ പരാധീനതകളും അങ്കലാപ്പുകളുമാണ്. അവർ നേർവഴിയിൽ സഞ്ചരിച്ചവരല്ല, നേർവഴിയിൽ സഞ്ചരിക്കാൻ ഇപ്പോഴും മനസ്സുള്ളവരല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ വെളിച്ചം ഇരുട്ടാക്കുന്ന നികൃഷ്ട ജന്തുക്കളാണിവർ എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് നാം മത നേതാക്കന്മാരെയല്ല, യേശുവിനെ മാത്രം ശ്രദ്ധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരിൽ നന്മ കാണുവാനും മറഞ്ഞിരിക്കുന്ന നന്മകൾ പോലും അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് അതിന് ജീവൻ നൽകി അതിൻ്റെ ഫലം അവരും മറ്റുള്ള എല്ലാവരും അനുഭവിക്കത്തക്കവണ്ണം ജീവൻ്റെയും സമൃദ്ധമായ ജീവൻ്റെയും പാതയിലേക്ക് ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും സ്നേഹത്തോടെ നയിക്കുവാനായി കടന്നു വന്ന ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിൻ്റെ നാമം എടുത്തുകൊണ്ട് ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്ന് പറയുവാൻ എനിക്ക് കടമയുണ്ട്. ആ കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ഞാനിത് പറയുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത തലകുനിച്ച് ഞാൻ സ്വീകരിക്കുന്നു. അതിൻ്റെ കടമയാണ്. എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല. എന്നെ അപലപിക്കുന്നവർ, കുറ്റം വിധിക്കുന്നവർ, അവരിൽ നന്മയുണ്ട്. പക്ഷേ ആ നന്മ തിരിച്ചറിയുവാൻ അവരെന്തുകൊണ്ടോ ധൈര്യം കാണിക്കുന്നില്ല. കാരണം ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ അടിമകളായി അവർ സ്ഥിതി ചെയ്യുന്നതിൻ്റെ സങ്കടം മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ.
മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഞാനതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സബ്കോ സമ്മതി ദേ ഭഗവാൻ. എല്ലാവർക്കും ദൈവമേ നൽബുദ്ധി നൽകണമേ. സബ്കോ സന്മതി ദേ ഭഗവാൻ. താങ്ക് യു.